നമസ്കാരം. ശമ്പളം, പെൻഷൻ വിതരണം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റുന്നതിനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. കടപ്പത്ര ലേലങ്ങൾ ഇറക്കി 1249 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നത് എന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഇതിനായുള്ള ലേലം നാളെ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്ബർ പോർട്ടൽ വഴി നടക്കും. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക. ഈ തുക ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കു വേണ്ടി വിനിയോഗിക്കും. സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. 1600 രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നു. ഇതോടൊപ്പം തന്നെ ഇനി വീണ്ടും തുക വിതരണം ആരംഭിക്കുകയാണ്. ഈ മാസം 20-നും 30-നും ഇടയിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരമാണ് സഹായം വീണ്ടും എത്തുന്നത്. നിലവിൽ വിതരണം ചെയ്ത 1600 രൂപ എത്തിച്ചേരാത്തവർക്ക് ഈ തുകയും കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപയാണ് എത്തിച്ചേരുക. 2024 മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ്. അതുകൊണ്ട് തന്നെ ഇനി നവംബറിൽ തനതു മാസത്തെ തുകയാണ് ലഭിക്കുവാൻ പോകുന്നത്. മസ്റ്റൻ പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് സഹായം നൽകി വരുന്നത്. 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ 26 ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും ബാക്കിയുള്ളവർക്ക് കൈകളിലും തുക എത്തിച്ചേരും. ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന വനിതകൾ അറിയേണ്ട കാര്യങ്ങൾ: പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക. രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക. എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേറ്റീവ് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.